കഥ സഖി ഭാഗം 32. ദേവന്റെ മുഖത്ത് നിയലിക്കുന്ന ദേഷ്യം കാണെ ജോയുടെ ഉള്ളിൽ ഭീതി നിയലിച്ചു തുടങ്ങി. അതിന്റെ പ്രതിഫലമെന്നോണം അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പുറകിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു. ജോയുടെ മുഖത്തെ ഭീതിയും ഇടയ്ക്കിടെ അവന്റെ കണ്ണുകളുടെ ചലനവും കൃത്യമായി കണ്ടുകൊണ്ടിരുന്ന നന്ദന്റെ ഉള്ളിലും ചെറുതായി ഭയം ഉളവാക്കാൻ തുടങ്ങിയിരുന്നു. ഗായ് പുറത്തേക്ക് വരാൻ മടിക്കുന്ന സമയമത്രയും അവന് ദേവന്റെ മുഖത്തെ ഭാവം നോക്കിക്കാണുകയായിരുന്നു. ജോയിൽ നിന്നും താൻ അറിഞ്ഞ കാര്യങ്ങൾ ദേവനിൽ നിന്നും മറച്ചു പിടിച്ചു എന്നറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിന് എത്രത്തോളം ഉണ്ടാകുമെന്ന് അവൻ അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് താനും അവനെ ചതിച്ചു എന്നറിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഉത്തരം കിട്ടാ ചോദ്യത്തിന് പരിഹാരമെന്നോണം അവൻ ഗായുവിന്റെ മുറിയിലേക്ക് നടന്നു. നിർത്താതെയുള്ള ഫോൺ ബെല്ലിയുടെ ശബ്ദവും അസഹനീയമായതും അതെടുത്തവൾ സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ആമിയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അത് അറിഞ്ഞുകൊണ്ടാണ് ഗായു ഫോൺ കട്ട് ചെയ്തതും അവസാനം സ്വിച്ച് ഓഫ് ചെയ്തത്. ചന്തു പറഞ്ഞതനുസരിച്ച് മുറിയിലെത്തിയ ഉടൻ ഗായു ആമിയെ വിളിച്ച് കാര്യം തിരക്കി. ആദ്യമൊന്നും ഗായുവിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അവളിൽ നിന്നും ലഭിച്ചില്ല. ഒടുവിൽ ഗായുവിന്റെ ദേഷ്യം നിറഞ്ഞ സ്വരം കേട്ടതും അവളെല്ലാം തുറന്നു പറഞ്ഞു. ദേവേട്ടൻ വിളിച്ചതും ഗായച്ചിയെ വിളിച്ചാൽ ഇങ്ങനെ മറുപടി പറയണം എന്നല്ല. എല്ലാം കേട്ടു കഴിഞ്ഞതും ഒന്നും മിണ്ടാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. തന്റെ ദേവൻ തന്നോടിങ്ങനെ എന്തിനു ചെയ്തു? അപ്പോ എല്ലാരും കൂടി അറിഞ്ഞു തന്നെ പറ്റിക്കുകയായിരുന്നോ? ചന്തുവേട്ടൻ പറഞ്ഞപ്പോൾ താൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പോ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം തന്റെ മുന്നിൽ നിന്നും പല്ലിളിച്ചു കാണിക്കുന്നു. എന്തിനു വേണ്ടി? എല്ലാരും ഒത്തൊരുമിച്ച് നിന്ന് തന്നോട് ഈ ചതി ചെയ്തതും ഇങ്ങനെയൊരു കള്ളം പറഞ്ഞ് പറ്റിച്ച് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ മാത്രം ഇവിടെയുള്ളവർ എന്തു തെറ്റാണ് ചെയ്തത്? തന്നോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് അവരിതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് വിശ്വസിക്കാൻ അവൾക്കായില്ല. എന്തോ ഒന്ന് തന്നിൽ നിന്നും അവരെല്ലാം കൂടി മറച്ചു പിടിക്കുന്നുണ്ട്. ആമിയെ കൊണ്ട് ഇങ്ങനെയൊരു കള്ളം പറഞ്ഞു പഠിപ്പിച്ചു തന്നെ വിശ്വസിപ്പിക്കാൻ മാത്രം എന്തോ ഒരു തക്കതായ കാര്യമുണ്ട്. ഓരോന്ന് ആലോചിക്കും തോറും തല പെരുത്ത് കയറുന്നത് പോലെ തോന്നി അവൾക്ക്. ഇങ്ങനെയൊരു കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ മാത്രം ദേവൻ അത്ര അധംപതിച്ചിട്ടില്ല എന്ന് അവളുടെ മനസ്സ് മുറവിളി കൂട്ടുമ്പോൾ അല്പം മുന്നേ ആമിയിൽ നിന്നും കേട്ടറിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും തോറും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ദേവനോടുള്ള ദേഷ്യവും അവളുടെ ഉള്ളിൽ നിറഞ്ഞു വന്നു. അതിന്റെ ദേഷ്യത്തിൽ ആമിയോട് കൂടുതലൊന്നും സംസാരിക്കാൻ കൂട്ടാക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ കേട്ടറിഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിക്കും തോറും മനസ്സിലേക്ക് ഇരച്ചു കയറി വന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനാകാതെ തന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്നോണം ദേവൻ കാണാൻ തീരുമാനമെടുത്തവൾ അവനരികിലേക്ക് പോകാനായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും നന്ദൻ മുറിയിലേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ ഒരു നോട്ടം കൊണ്ട് പോലും നോക്കാതെ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. കായു! അത്രമേൽ ആദരമായി അവനെ വിളിച്ചു. പുറകിൽ നിന്നും ആ വിളി പ്രതീക്ഷിച്ചവൾ പാടെ അവന്റെ ആ വിളി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാഞ്ഞതും അവളുടെ വലം കൈയിൽ അവന്റെ പിടിമുറുക്കി. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി കായു. പറ്റില്ല നന്ദ, എനിക്കറിയണം ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ മാത്രം ഇവിടെയുള്ളവർ എന്തു തെറ്റ് ചെയ്തു എന്ന്. വാശിയോടെ തന്റെ കയ്യിൽ പിടുത്തമിട്ട നന്ദന്റെ കൈകൾ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. വലിയൊരു ആപത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് അല്പം ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. സ്ഥായിയായ ഭാവത്തിൽ നിന്ന് ഗൗരവം നിറഞ്ഞവന്റെ മറുപടി കേൾക്കെ അതിശയത്തോടെ അവൾ അവനെ നോക്കി നിന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ആരുടെയും അനുവാദം വേണ്ട കായു, പ്രത്യേകിച്ച് നിന്റെ. പക്ഷേ ഇവിടുന്ന് പോകുന്നതിനുമായി നീ എല്ലാം സത്യങ്ങളും അറിയണം. പറഞ്ഞു പറ്റിച്ചു നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞങ്ങളല്ല, മറിച്ച് നിന്റെ അമ്മ വീട്ടുകാർ തന്നെയാണ്. നിന്നെ മാത്രമല്ല, മാഷച്ചനോടും ഇവിടെയുള്ളവർ ചെയ്തത് എന്താണെന്ന് അറിയോ നിനക്ക്? സ്വാർത്ഥത നിറഞ്ഞുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി കള്ളസ്നേഹം പുറമേ നടിച്ച് അവിടെയുള്ളവരാണ്. അതും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ തറവാടിന് വേണ്ടി, ഈ തറവാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി, എല്ലാത്തിനും വേണ്ടി നിന്നെ ബലിയാടാക്കുകയാണ് കായു. അത് മനസ്സിലാക്കി നീ ഒരിക്കലും ഇനി പൂമംഗലത്തേക്കെന്നല്ല ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പോലും തിരിച്ചുവരവില്ല എന്ന് തിരിച്ചറിവാണ് അവനെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അതല്ലാതെ നീ വിചാരിക്കും പോലെ നിന്നെ പറഞ്ഞു പറ്റിച്ചതല്ല. ഇപ്പോഴത്തെ സാഹചര്യം അത് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു. കുറെ നേരമായാലും നന്ദ ഇവിടെയുള്ളവർ തെറ്റ് ചെയ്തു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ആ തെറ്റ് എന്തെന്ന് ഇനിയും പറയാത്ത നിമിഷം വരെ ഇവിടെയുള്ളവരെ ഞാൻ അവിശ്വസിക്കില്ല. അവളത് പറഞ്ഞു നിർത്തിയതും വല്ലാത്തൊരു ഭാവത്തോടെയാണ് അവനരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അറിയണോ നിനക്ക്? അറിയണോ ഇവിടെയുള്ളവർ ചെയ്തത് എന്തെന്ന്? നിനക്കറിയണോ? വാ,
എന്റെ കൂടെ. ഇനി ഒന്നും നിന്നിൽ നിന്നും ഒളിപ്പിക്കാന്നില്ല. എല്ലാം നീ അറിയാൻ സമയമായി, വാ എന്റെ കൂടെ. പറഞ്ഞുകൊണ്ടവൻ അവളെയും വലിച്ചും കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നുള്ള അവന്റെ ആ ഭാവം കാണെ ഗായു വല്ലാതെയായി. അതുവരെ നന്ദനിൽ ഇങ്ങനെയൊരു ഭാവം അവൾ കണ്ടിട്ടില്ല. വെറുതൊന്നും മറുതൊന്നും പറയാനില്ലാതെ എല്ലാം അറിയുന്നവരെ അവൾ അവനുടെ പുറകെ അച്ചടക്കമുള്ള കുട്ടിയെ പോലെ ചെന്നു. നന്ദൻ അവളെ പിടിച്ചു വലിച്ചും കൊണ്ട് ചെന്നത് എല്ലാരും കൂടി നിൽക്കുന്ന പൂമുഖത്തേക്കായിരുന്നു. നന്ദ, എന്താണ് നീ കാണിക്കുന്നത്? ഗായുവിനെ പിടിച്ചു വലിച്ചും കൊണ്ടുവരുന്ന നന്ദനെ കാണെ അവനടുത്തേക്ക് ചെന്നുകൊണ്ട് ജോയത് ചോദിച്ചു. മാറി നില്ല് ജോ. തനിക്കരികിലേക്ക് ഓടി വരുന്നവനോട് ദേഷ്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് തടയിട്ടവൻ. ഇനി ഇവൾ മാത്രമായി ഒന്നും അറിയാതിരിക്കുന്നത് എന്തിനാ ജോ? എല്ലാം ഇവൾ അറിയട്ടെ, അതും ഇവരിൽ നിന്ന് തന്നെ. ചോദിക്കുകയോ, നിന്റെ അമ്മാവനോട് ചോദിക്ക്. ഇതാ നിൽക്കുന്ന മുത്തശ്ശിയോട് ചോദിക്ക്. ഉണ്ണിയൊഴികെ ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ പിന്നിലെ ഉദ്ദേശം. തന്റെ പിന്നിൽ നിന്നവളെ പിടിച്ചു മുന്നിലേക്ക് നിർത്തിക്കൊണ്ടവൻ അവളോടായി പറഞ്ഞു. ഒരിക്കൽ പോലും ശബ്ദമുയർത്തി ഉച്ചത്തിൽ സംസാരിക്കാത്ത നന്ദന്റെ ഇങ്ങനെയൊരു ഭാവം കണ്ട് എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. ഭയപ്പെട്ട നിമിഷം അവർക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ദേവനിൽ നിന്നായിരുന്നു ഇങ്ങനെയൊരു നീക്കം അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ മറിച്ചായിരുന്നു സംഭവിച്ചത്. നിർവികാരതയോടെ തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരെ മാറി മാറി നോക്കിയ നാരായണന്റെ മിഴികൾ ഒടുവിൽ ദേവനിൽ പതിച്ചു. അവിടെയൊരു ഭാവമാറ്റവുമില്ലാതെ ഇരു കൈകളും മാറിൽ പിണച്ച് ചുണ്ടിന്റെ കോളിൽ പുഞ്ച നിറഞ്ഞ ചിരി ഒതുക്കി നിൽക്കുന്നവനെ കാണെ നാരായണന്റെ ഉള്ളം പെരുമ്പറ പോലെ പിടിക്കാൻ തുടങ്ങി. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്താ ഇവിടെ നടക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂ. ഇനിയും വിഡ്ഢിവേഷം കെട്ടാൻ എനിക്ക് വയ്യ. ആരെ കൊള്ളണം തള്ളണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ. അങ്ങിങ്ങായി നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കയറി നിന്നവൾ ചോദ്യം ചോദിക്കുമ്പോൾ മംഗലത്ത് തറവാട്ടിലെ എല്ലാവരുടെയും ശിരസ് അവർക്ക് മുന്നിൽ താന്നു. ദേവാ, നീയെങ്കിലും ഒന്ന് പറയോ? നന്ദൻ പറഞ്ഞതെന്തെങ്കിലും സത്യമുണ്ടോ ദേവ? അത്ര നേരം അടക്കി പിടിച്ച ദേഷ്യവും സങ്കടവുമെല്ലാം അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. നിന്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ നിൽക്കുന്നവരുടെ പക്കലാണുള്ളത് ഗായു. എന്റെയും നന്ദന്റെയും ജോയുടെയും ഊഴം കഴിഞ്ഞു. ഇനിയെല്ലാം അറിയേണ്ടത് ഇവരിൽ നിന്നാണ്. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി കഴിയുമ്പോൾ അവസാന തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ഇനിയെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? ഒരിക്കൽ ഇതുപോലെ സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതം ബലിയിടാൻ നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചത് കൊണ്ട് അല്ലേ അന്നവർ ഈ നാടും വീടും ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയത്? അതുപോലെ വീണ്ടും ഇനി ഈ പെണ്ണിന്റെ ജീവിതം കൊണ്ട് വേണോ ഇവളുടെ അമ്മ ചെയ്ത തെറ്റിന്റെ പ്രതിവിധി നേടാൻ? ഒന്നും അറിയാത്ത ഈ പെണ്ണിന്റെ ജീവിതം ബലി കഴിച്ചിട്ട് വേണോ മംഗലത്ത് തറവാടിന്റെയും ക്ഷേത്രത്തിന്റെയും അന്തസ്സും അഭിമാനവും കാക്കാൻ? കളങ്കമില്ലാത്ത ഈ പെണ്ണിന്റെ സ്നേഹത്തിന് മുന്നിൽ ഇനി നിങ്ങൾക്കൊന്നും മറച്ചു പിടിക്കാൻ കഴിയില്ല. കപട സ്നേഹം നടിച്ചു നിങ്ങളുടേക്ക് ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അത് നിങ്ങളുടെ നാവിൽ മുന്നിൽ തന്നെ അവൾ അറിയണം. ഒരിക്കലെങ്കിലും ഈ പെണ്ണിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തോ? ഇല്ല. അങ്ങനൊരു ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പെണ്ണിന്റെ ജീവിതം ഹോമിക്കാൻ ഒരുങ്ങുമായിരുന്നില്ല. തന്റെ മുന്നിൽ നിൽക്കുന്നവളെ പിടിച്ചു നാരായണന് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ദേവൻ ചോദിച്ചു. അവനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ വാക്കുകളിലും ക്രൂരമ്പുകൾ പോലെ മംഗലത്ത് വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും നെഞ്ചിലേക്ക് പതിച്ചു. എന്നാൽ ഈ സമയം അത്രയും ഗായുവിന്റെ മുഖം നിറയെ സംശയങ്ങൾ മാത്രമായിരുന്നു. സംശയം നിറഞ്ഞു നിന്ന അവളുടെ മിഴികൾ അവിടെ കൂടി നിൽക്കുന്ന ഓരോ മുഖങ്ങളുടെയും ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം കൊണ്ട് തന്നെ തന്റെയും ദേവന്റെയും ചോദ്യങ്ങൾക്ക് ആരിൽ നിന്നും മറുപടി ലഭിക്കാത്തത് കൊണ്ട് ഗായു തിരിഞ്ഞു ദേവന്റെ മുഖത്തേക്ക് നോക്കി. വിജയഭാവം എന്തോ നേടിയെടുത്തതിന്റെ വിജയച്ചിരി ആ മുഖത്ത് ചുണ്ടിൻ കൂടിൽ സ്ഥാനം പിടിച്ചിരുന്നു. ദേവന്റെ മുഖത്ത് വിരിഞ്ഞ വിജയച്ചിരിയുടെ ബാക്കി മറ്റുള്ളവരുടെയും മുഖത്തും നിറഞ്ഞു നിന്ന കുറ്റബോധവും എല്ലാം കൂടി കണ്ടപ്പോൾ തന്നെ ഗായുവിന് മനസ്സിലായി ഇവിടെയുള്ളവർ തന്നിൽ നിന്നും എന്തോ ഒന്ന് മറക്കുന്നുണ്ടെന്ന്. കാരണമില്ലാതെ ദേവൻ ഒഴിവാക്കുകൾ പറയില്ല. എന്തിനും തക്കതായ കാരണം കണ്ടെത്തിയ അവൻ സംസാരിക്കും. അതും ശരിയുടെ ഭാഗം മാത്രം. ഗായു ദേവനെ തന്നെ നോക്കി നിന്നു. എല്ലാം അറിഞ്ഞു വരുമ്പോൾ ഉള്ളിൽ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരികെ പോകുമ്പോൾ ഈ തറവാടുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു ഗായുവിനെ കൊണ്ടുപോവുക. എന്നേക്കുമായി നിങ്ങളിൽ നിന്നും അനുവാദത്തിന് കാത്തു നിൽക്കാതെ. തനിക്കരികിൽ നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. അപ്പോഴും അവന്റെ ചുണ്ടിൽ കോണിൽ ആ വിജയച്ചിരി തങ്ങി നിൽക്കുന്നത് അവൾ കണ്ടു.
സ്വന്തം മകളുടെ മനസ്സ് കാണാത്ത ഒരമ്മയാണ് ഞാൻ. അല്ല അറിഞ്ഞിട്ടും കാണാത്തതുപോലെ നടക്കേണ്ടി വന്നവൾ. ആചാരങ്ങളുടെയും വിശ്വാസത്തിന്റെയും പേരിൽ തന്റെ മകളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം കണ്ടില്ല എന്ന് നടിച്ചു ഈ തറവാടിനു വേണ്ടി അവളുടെ ജീവിതം ബലിയിടാൻ എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ മറുത്തൊരു വാക്ക് പോലും പറയാതെ കഴിയാതെ പോയവൾ. ഇനിയൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി, ഈ കണ്ണുനീർ കൂടി ഇനി ഈ തറവാടിന് വേണ്ട, ഒന്നും വേണ്ട, വയ്യ, ഇനിയും എനിക്ക് വയ്യ, ഇതൊന്നും കാണാതെയും കേൾക്കാതെയും എന്നെ അങ്ങ് വിളിച്ചൂടെ ദേവിയെ. മുത്തശ്ശി വിറയാർന്ന കൈകൾ കസേരയിൽ അമർത്തി പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ടിരുന്നു. മുത്തശ്ശിക്കരികിലേക്ക് ചെന്ന ഗായു അവർക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് വിളിച്ചു, നാരായണ, ഒന്നും വേണ്ട, ഒന്നും അറിയാത്ത എൻ്റെ കുട്ടിയുടെ ജീവിതം ഒരു പെണ്ണിന്റെ കണ്ണുനീർ കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് മംഗലത്ത് ക്ഷേത്രത്തിന്റെ യശസ് ഉയർത്തണ്ട. എല്ലാം ഇതോടുകൂടി അവസാനിപ്പിക്കാം. തിരുമേനി പറഞ്ഞ പ്രകാരം എൻ്റെ കുട്ടിയുടെ സാന്നിധ്യം അത് മാത്രം മതി, വേറൊന്നും വേണ്ട. തനിക്കിടെ അരികിലിരിക്കുന്നവരുടെ തലയിലൂടെ തഴുകിക്കൊണ്ട് മംഗലത്തമ്മ പറഞ്ഞു. അമ്മ പറയും പോലെ എല്ലാം ചെയ്യാം, പക്ഷെ ഒരു ഉറപ്പ് എനിക്ക് വേണം. ഗായത്രിക്കുട്ടിയുടെ സാന്നിധ്യം എന്നും ആ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ആ ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കാം. മംഗലത്തമ്മ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നാരായണൻ അവരോടായി ചോദിച്ചു, എന്താ സംശയം? എൻ്റെ കുട്ടി ഇവിടെ തന്നെ കാണും. കൊണ്ടുപോകാൻ തയ്യാറായി ആള് നിൽക്കുമ്പോൾ അതെങ്ങനെ സാധ്യമാകും അമ്മേ? ചന്തുവിന്റെ വേളിയായി എൻ്റെ കുട്ടി ഇവിടെ കാണും. തുടരും കഥയുടെ അടുത്ത ഭാഗം.